അസ്സലാമലൈക്കും. നമ്മളിന്ന് മീൻ തല ഇങ്ങോട്ട് കറി ഉണ്ടാക്കാൻ വെച്ചിട്ടോ. നമ്മളെ മീൻ തല സൂതൻ്റെ തലേ ഇത് എന്തിൻ്റെ തലയോ എന്തിൻ്റെ തലയോ അറിയില്ല എനിക്ക്. സൂതയല്ല, വലിയ മീനിൻ്റെ തല. ഇത് തല വെട്ടി കഷ്ണാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ എന്തൊക്കെ തലയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതിലേക്കുള്ള നമ്മൾ രണ്ട് സവാള റെഡിയാക്കി വെച്ചിന്, ഒരു തക്കാളി, പച്ചമുളകിന് പുളിയുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ തക്കാളി ഒന്നും എടുത്തിട്ടേ ഉള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളി ചെറുള്ളി ഒക്കെ കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിട്ടോ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉലുവ ഇട്ടുണ്ട്. ഉലുവ ഇട്ട് ഞങ്ങൾക്ക് സവാളയും കൂടി സവാള ഇട്ട് നമ്മൾ വഴറ്റുക. നല്ല ഫിഷ് തലക്കറി ഉണ്ടാക്കുക കേട്ടോ. എന്ത് തലയാണെന്ന് ഞാൻ ചോദിച്ചായിട്ട് പറയാം, എന്ത് തലയാണെന്നുള്ളത്. നമ്മളത് സവാള ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നമ്മൾ ഇതിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് വെക്കില്ല കേട്ടോ. നല്ല സ്മെല്ലാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട്, നല്ല ബിരിയാണീൻ്റെ മണം. ചട്ടി നന്നാക്കി വെളിച്ചെണ്ണയിലിട്ട് ഞാൻ വാട്ടി എണ്ണയിൽ ചിലവർ ഓയിലൊക്കെ വെക്കും, നമ്മൾ വെളിച്ചെണ്ണ വെക്കുക. എന്നിട്ട് അപ്പോൾ നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി വെക്കട്ടെ. നമ്മൾ തക്കാളി പച്ചമുളക് ഈ പുളി വെള്ളത്തിലില്ല കേട്ടോ. നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി നമ്മൾ വെള്ളത്തിടാൻ നോക്കണം. വെള്ളത്തിട്ടില്ല, അത് കുടംപുളി തന്നെ കഴിഞ്ഞു. അപ്പോൾ സാധാ പുളി തന്നെ. കുടംപുളി ഇട്ട് നല്ല രസമാണ്, കറിക്കാൻ വേറെ ടേസ്റ്റ്. കുടംപുളി ഇട്ടാൽ നല്ല പുളിയാണ്. നമ്മൾ ഈ സാധാ വാളംപുളി കേട്ടോ. വാളംപുളിയുണ്ട് ദിവസം ഉപ്പിട്ടിട്ട് എന്നാൽ പെട്ടെന്ന് വഴറ്റി അത് ഉപ്പിട്ടിട്ട് മെല്ലെ അടച്ച് വെക്കട്ടെ, എന്നാൽ പെട്ടെന്ന് വഴറ്റി കിട്ടിയുള്ളൂ. വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചേക്കട്ടോ. ഈ പുളി വെള്ളത്തിട്ട് റെഡിയാക്കി വെക്കട്ടെ. നമ്മൾ പുളി ചുടുവെള്ളത്തിട്ട് വെച്ചേക്കട്ടോ. ചൂടാണ്, അതുകൊണ്ടൊക്കെ അതിലോട്ട് ഇതാക്കുക. നമ്മൾ കറിവേപ്പിൻ്റെ ഇല എടുത്ത് ഭക്ഷണം നല്ല നാടൻ കറിവേപ്പ്, നല്ല സ്മെല്ലുണ്ട്. കുറേ പെട്ടെന്ന് വഴറ്റി വന്നിട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം അങ്ങോട്ട് വെന്ത് ഇതായി. നമ്മൾ മുളകും മഞ്ഞൾപ്പൊടി മല്ലിയൊക്കെ ഇടും കേട്ടോ. പെരിഞ്ചീരകം പൊടിച്ച് കൊടുക്കും കേട്ടോ. തവള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം ഇത് നമ്മൾക്ക് ഇടാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അരി കാണില്ല, ഇവിടെ കോഴിക്കളുണ്ട്, കോഴിക്കൾ കൊടുക്കാൻ വേണ്ടി വെച്ച അരി കേട്ടോ. തക്കാളിയൊക്കെ വെന്ത് ഒടുങ്ങി ശരിയായിട്ടുണ്ട്. തക്കാളിയൊക്കെ നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നാക്കി ഇറക്കുക. എന്നിട്ട് നമ്മൾ ഇതിലിട്ട് പുളിൻ്റെ വെള്ളം പിഴിഞ്ഞ് വരും. ഇത് നമ്മൾ മുളക് ഇട്ടില്ല കേട്ടോ, തലക്കറി ആയതുകൊണ്ട് മല്ലി ഇട്ട് വെക്കും. യൂർക്കാപ്പഞ്ഞ് പോകണം. ഇത് നമ്മൾ ഇതൊക്കെ ഇത് തിളക്കട്ടെ. അതിൽ കരിവേപ്പിൻ്റെ ഇല ഇട്ടട്ടെ. കരിവേപ്പിൻ്റെ ഇല ഇടുക. ഒക്കെ വീട്ടുണ്ടാക്കണം. മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടിട്ടേക്ക് ചെറുതാക്കിയിട്ട് നല്ല മീൻ മുളക് ഇട്ട മാതിരി നല്ല ഇട്ട് തോന്നട്ടോ. മുളകിട്ട് അതിലിട്ട് നല്ല സ്മെല്ല. തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനിൻ്റെ തല ഓക്കെ. അതിനാളാകുമ്പോൾ മീനിൻ്റെ തല കറിക്കിടാൻ പോയിട്ട് തിളക്കുക. നമ്മൾ മീൻ ചട്ടി നിറഞ്ഞിട്ടോ തല കേട്ടോ. ആഹാ, നമ്മൾ ഇനി തിളച്ച് കഴിഞ്ഞ് നമ്മൾ മീൻ തല കറി റെഡി ആയിട്ട് നമ്മൾ തലക്കറി തിളക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വന്ന തലക്കറി റെഡി ആയിട്ടോ. അങ്ങനെ നമ്മൾ കേദറ ഉള്ളത്, കേദറ. ഓക്കേ.